കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? റോമാലേഖനം 6-ാം അധ്യായത്തിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്നും 1 മുതൽ പറയാൻ ഇനി നേരം കിട്ടത്തില്ല. കാര്യം നമ്മൾ ഇനി ഒത്തിരി വന്നു, ഇനിയും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ വായിച്ച് പറഞ്ഞോണം. കഴിഞ്ഞ ആഴ്ച ഇച്ചിരി സമയം പോയി, ഞാൻ 1-ാം അധ്യായത്തിലേക്ക് പറഞ്ഞു വന്നു. അതുകൊണ്ട് 6-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആകയാൽ നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനിയും വാഴരുത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പദം ഒരു കമാൻഡായിട്ടാണ് പറയുന്നത്. ഒരു എന്തെങ്കിലും പറ്റി പറയുന്നതായിട്ടല്ല പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് വർത്തമാനം പറയുന്നത് പോലെ പറയും. പക്ഷേ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇറ്റ്സ് ഗിവിങ് ആസ് എ കമാൻഡ്. എന്താ പറയുന്നത്? നിങ്ങളുടെ ശരീരത്തെ, മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. പാപം ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ശരീരത്തെ അതിനെ കൺട്രോൾ ചെയ്യുവാൻ അനുവദിക്കരുത്. ക്രിസ്ത്യൻസ് ഹാസ് ടു റെസിസ്റ്റ് ദ സിൻ. അതായത് പാപത്തോടുള്ള പോരാട്ടം ഒരു യുദ്ധക്കളമാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ആഭ്യന്തര യുദ്ധത്തിലാണ് നടക്കുന്നത്. മനുഷ്യ ശരീരം ആരും വെറുതെ നടക്കുന്നില്ല. എല്ലാവരുടെയും അകത്തൊരു യുദ്ധക്കളമാണ്. എന്നാ വെട്ടാ നടക്കുന്നറിയോ? എല്ലാ ദിവസവും രാവിലെ ഭയങ്കര പോരാട്ടമാണ്. ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ അറിയാം, പോരാട്ടത്തിൻ്റെ കടുപ്പും അറിയാം. പക്ഷെ ക്രിസ്തീയ സന്തോഷമുള്ളവർക്ക് ആ പോരാട്ടത്തിന് ഇച്ചിരി കുറവുണ്ട്. കാര്യം അത് കഴിഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പദം ശ്രദ്ധിച്ചു നോക്കണം. അതിൻ്റെ അടുത്ത വാക്യം 13-ാം വാക്യത്തിൽ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായിട്ട് പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിപ്പീൻ. ഇത് പറയാനുള്ള കാരണം അപ്പോസ്തലനായ പൗലോസ് അവരായിരുന്ന കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി വസ്തുവകൾ നിവേദിക്കുമായിരുന്നു. അതിനെ നിവേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ക്ഷേത്രത്തിലെ ദേവിയുടെയോ ദേവൻ്റെയോ വകയായിരിക്കും. അതിനോട് ചേർത്ത് വെച്ച് കെട്ടിയാണ് പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായിട്ട് ഡു നോട്ട് പ്രസന്റ് യുവർ മെമ്പേഴ്സ് ആസ് എ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് അൺറൈച്ചസ്നെസ്. ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് പറയാൻ ഒരു നല്ല ഉദാഹരണമുണ്ട്. നമ്മുടെ കൺവെൻഷനുകളിൽ മൈക്ക് സെറ്റ് കൊണ്ടിരുന്നൊരു കമ്പനിയുണ്ട്. എനിക്കറിയാവുന്നൊരു വലിയ കമ്പനിയുണ്ട് നാട്ടിലുള്ള. അവർ കുമ്പനാട് കൺവെൻഷനൊക്കെ കൊണ്ടുവന്ന് നല്ല മൈക്ക് സെറ്റ് ഫിറ്റ് ചെയ്യും. അവർ ഫിറ്റ് ചെയ്തിട്ട് അവർ കൃത്യമായിട്ട് എല്ലാത്തിനുമുള്ള പാട്ടിൻ്റെയൊക്കെ ചെയ്തിട്ട് അവർ കൺവെൻഷൻ്റെ ഒരാഴ്ച ഒരു നന്നായിട്ട് കഴിഞ്ഞിട്ട് ഈ മൈക്ക് സെറ്റൊക്കെ എടുത്തോണ്ട് എവിടെ പോയോ? അടുത്ത ക്ഷേത്രത്തിലെ ഇതിന് കൊണ്ടുപോകും. ശ്രദ്ധിക്കണേ, ഒരാഴ്ച മുഴുവൻ അന്യഭാഷയിൽ ആരാധന നടന്ന മൈക്ക് സെറ്റാണ്. എന്തൊരു അന്യഭാഷ ആരാധനയായിരുന്നു! ഭയങ്കര ശാപമുറിക്കലും എല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിനൊക്കെ വയർ ഊരിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഇതെവിടെയാണെന്നറിയോ? പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച എവിടെയാണെന്നറിയോ? നല്ല കോൺഗ്രസ്സുകാരുടെ മീറ്റിങ്ങിനായിരിക്കും. അതിൻ്റെ അടുത്ത ആഴ്ച എവിടെ ആയിരിക്കും? കമ്മ്യൂണിസ്റ്റുകാരുടെ മീറ്റിങ്ങിനായിരിക്കും. ശ്രദ്ധിക്കണേ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങളൊരു മൈക്ക് സെറ്റ് പോലെ ആകരുത്. എനിക്കറിയാം, റോമാലേഖനം കഴിയുമ്പോഴത്തേക്ക് ഒരു പരുവാകും ശാലോം സഭ. നിങ്ങളുടെ ശരീരങ്ങളെ ഒരു മൈക്ക് സെറ്റ് പോലെ ആകല്ല. നിങ്ങൾ അന്യഭാഷ പറയാൻ ഉപയോഗിച്ച അതേ നാവ് കൊണ്ട് തന്നെ, നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ അനീതിയുടെ യാഗമായിട്ട് ഉപയോഗിക്കരുത്. നിങ്ങൾ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷേ ഡു നോട്ട് പ്രസന്റ് ദ മെമ്പേഴ്സ് എന്ന പദം. മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ എല്ലാം. നെവർ ഡെഡിക്കേറ്റ് to any other thing. Dedicate your organs for God. മനസ്സിലായല്ലോ? അപ്പം അതാണ് അതിനകത്ത് പറയുന്നത്. ഞാൻ മുന്നോട്ട് പെട്ടെന്ന് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒത്തിരി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. മെമ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ വില്ല്, നിങ്ങളുടെ ഡിസയർ, നിങ്ങളുടെ ആക്ഷന്, ഇതെല്ലാം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇതിനെ ഒന്നും നിങ്ങളുടെ മൈൻഡിനെ അനീതിയുടെ യാഗമായിട്ട് കൊടുക്കല്ലേ. നിങ്ങളുടെ നാക്കിനെ അനീതിയുടെ യാഗമായിട്ട് കൊടുക്കരുത്. നിങ്ങളുടെ ഇടപാടുകളെ അനീതിയുടെ യാഗമായിട്ട് കൊടുക്കല്ല. അപ്പോസ്തലനായ പൗലോസ് അതാ പറയുന്നത്.
നിങ്ങൾ ഒരാഴ്ച മുഴുവൻ ഞായറാഴ്ച അന്യഭാഷയിൽ ആരാധിച്ച അതേ നാക്കുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അനീതിയുടെ യാഗമാക്കി തീർക്കരുത്. നിങ്ങൾ ന്യായപ്രമാണത്തിൽ, അടുത്ത വാക്യത്തിലോട്ട് പോവുകയാണ്, 14 വാക്യം. നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്തെ അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. 14 വാക്യം അതാ പറയുന്നു. അതായത് നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്തെ അധീനരായിരിക്കുന്നത്. ഒരു ട്രാൻസ്ഫർ നടന്നു, അതായത് ഒരു അഡ്മിനിസ്ട്രേഷൻ ട്രാൻസ്ഫർ. നേരത്തെ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് എന്തായിരുന്നു? പാപത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്? നീതിയുടെ അഡ്മിനിസ്ട്രേഷനാണ്. നിങ്ങൾ നീതിയുടെ അഡ്മിനിസ്ട്രേഷൻ ആക്കിയപ്പോൾ എന്തോ പറ്റി? നെവർ അലൗ സിൻ ടു റെയിൻ ഓവർ യു. നെവർ അലൗ സിൻ ടു റൂൾ ഓവർ യു. പാപം ഒരു രാജാവിനെ പോലെ ഭരിക്കുവാൻ നമ്മെ ഏൽപ്പിക്കരുത്. എന്തൊരു ഡീപ്പായിട്ടുള്ള തിയോളജിയാണ് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് എഴുതി തന്നത്. നമ്മളത് സമർപ്പിക്കല്ല. ഡു നോട്ട്, നമ്മുടെ മൈൻഡിനെയും നമ്മുടെ വില്ലിനെയും എന്താ സംഭവിക്കുന്നത്? അതിനകത്ത് പറയുന്നുണ്ട്, ഇറ്റ് ലീഡ്സ് അൾട്ടിമേറ്റ്ലി ടു ദ ഡെത്ത്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഷാൽ നോട്ട് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷാൽ നോട്ട് sin, never allow sin to control you. Under grace എന്ന് പറഞ്ഞാൽ grace is ruling. കൃപയ്ക്ക് അധീനർ എന്ന് പറഞ്ഞാൽ കൃപയാണ് നമ്മളെ ഭരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൃപയുടെ കാലഘട്ടമായതുകൊണ്ട് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുവാൻ വേണ്ടി പറയുന്നില്ല. കൃപ എന്ന് പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അറിയാത്തവർക്ക് വേണ്ടി പറയാം. കൃപ എന്ന് പറയുന്നത് പാപം ചെയ്തു കഴിയുമ്പോൾ മോനെ ഇനിയും കുഴപ്പമില്ല ചെയ്തോളാൻ പറയുന്നില്ല. കൃപ എന്ന് പറയുന്നത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുതിയ കൃപ എന്ന് പറയുന്നത് എന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കുട്ടിച്ചാത്തൻ പോലെ എഴുന്നേറ്റ് വരാതെ നമ്മളെ ട്രാൻസ്ഫോം ചെയ്തിട്ട്, ഞാൻ പറഞ്ഞ കുട്ടിച്ചാത്തൻ പോലെ കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞു, നമ്മുടെ കുട്ടിപ്പിശാശ് പോലെ എഴുന്നേറ്റ് വരാതെ, ദൈവമേ ഇന്ന് രാവിലെ സമയം എന്നെ കൃപ കൊണ്ട് ട്രാൻസ്ഫോം ചെയ്യണമേ എന്ന് പറയുമ്പോൾ, കൃപ നമ്മളെ ട്രാൻസ്ഫോം ചെയ്ത എന്താ അറിയാവോ? കുഞ്ഞാട് പോലെ ആയിരിക്കും രാവിലെ എഴുന്നേറ്റ് വരുന്നത്. പ്രൈസ് ഗാഡ്. അതായത് അടുത്ത വാക്യത്തിൽ അത് പറയേണ്ട ആവശ്യമില്ല. 15 വാക്യത്തിലോട്ട് പോവാം. എന്നാൽ എന്ത് ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുകയോ എന്നല്ല. കണ്ടോ? കൃപയ്ക്ക് അധീനരായതുകൊണ്ട് പാപം ചെയ്യുകയൊന്നല്ല. If you are under grace, can we continue on sin? No, you are not allowed to do the sin. Hallelujah. നമ്മൾ സിൻ ചെയ്യുവാൻ വേണ്ടി അല്ല. 16 വാക്യം. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ സമർപ്പിക്കുകയും നിങ്ങളെ അനുസരിച്ച് പോരുകയും ചെയ്തവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നെങ്കിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. എന്ത് നന്നായിട്ടാണ് പറയുന്നത്. ഒന്നെങ്കിൽ അവിടെ നിൽക്ക്, അല്ലെങ്കിൽ ഇവിടെ നിൽക്ക്. അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെ? 2 ബോട്ടില് കാല് വെക്കരുത്. അപ്പോൾ യോശുവ എന്താ പറയുന്നത്? ഒന്നുകിൽ നിങ്ങൾ നദിക്ക് അക്കരെയുള്ള ദേവന്മാരെ സേവിച്ചു കൊള്ളുക. പക്ഷേ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പരിപാടി ഇല്ല. എനിക്കിത് പറയുമ്പോൾ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന മഹാകവി KV സൈമൺ സാറ് എഴുതിയൊരു പാട്ടുണ്ടല്ലോ. ഇവിടെ പാട്ടുകാരൊക്കെ ഇരിപ്പുണ്ട്, പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീതമൊക്കെ ശ്യാമലോടിച്ചാനൊക്കെ പാട്ടൊക്കെ പാടും നന്നായിട്ട്. അതിനകത്തൊരു പാട്ടുണ്ടല്ലോ, 2 യജമാന്മാരെ സേവിച്ച് ഇന്ദ്രന്യെ വസിച്ചിടുവാൻ ഉള്ളുകൊണ്ട് നനച്ചിടുന്ന കള്ളന്മാരെ പിടിച്ചിവിടെ കൊണ്ടുപോവാ എന്നൊരു പാട്ടുണ്ട്, അറിയാമോ? അതുകൊണ്ട് 2 യജമാന്മാരെ സേവിച്ച് അതിനകത്ത് എഴുതി. അതിൻ്റെ വരികളൊക്കെ എത്ര പവർഫുൾ എഴുതിയൊക്കെ അറിയാവോ? പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റാൻസ് എഴുതിക്കുന്നോ, അസലായി കഴിയണം, ഡ്രസ് നന്നായിരിക്കണം, വസ്തുവാക ദൈവമെന്നു ഷടിക്കുന്ന. എന്താ എഴുതിക്കുന്നത്? നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണം, നന്നായിട്ട് ഒരുങ്ങി വരണം. ഇതൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നത് അങ്ങനെ.
പക്ഷേ 2 ബോട്ടിലാണ് കാല് വെക്കുന്നത്. എന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഉപദേശം വരെ പറയാമല്ലോ, കുഴപ്പമില്ലല്ലോ, ഞാനും ആ ഗ്രൂപ്പിൽ പെട്ട ആയതുകൊണ്ട്. വേല ചൊല്ലി വേലയില്ല സ്ഥലം നോക്കി 4 പാടും നടക്കുന്ന ജാലസുവിശേഷന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഇവിടെ. നിങ്ങൾ വീട്ടിൽ പോകും, നിങ്ങൾക്ക് ആ ലിറിക്സ് ഇല്ല, ഞാൻ തരാം. KV Savan സാറിൻ്റെ ശമനോട് ഞാനോട് ഞാൻ പാടുകയും ചെയ്യും. അതായത് അത്ര 2 ബോട്ടിൽ കാല് വയ്ക്കുവാൻ തിരുവചനം പഠിപ്പിക്കുന്നില്ല. ഒന്നെങ്കിൽ അത് അതിനകത്ത് അവസാനം പറയുന്നില്ല, ഭക്തിയും വൻ ഭക്തി കേടും ചേർത്തിളക്കി തരും പോലെ ചപ്പൊടി വിദ്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരിക്കലും ദൈവവചനം അതല്ല പഠിപ്പിക്കുന്നത്. നാം ഒരിക്കലും അധീനരാകരുത്. 17-ാം വാക്യം, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തിന് ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. യു ആർ സ്ലേവ്സ് ടു സിൻ earlier. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നു. യു became obedient. അതെന്ത് സംഭവിച്ചു? ദാസന്മാരായിരുന്നു, പുറമേ ദാസത്വത്തിന് മാറ്റമല്ല, അകത്ത് ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചു കൃപയാൽ. നോട്ട് എക്സ്റ്റേണൽ. ഒരിക്കലും അപ്പോസ്തലനായ പൗലോസ് പുറമേയുള്ള മാറ്റത്തെ പറ്റിയല്ല പറയുന്നത്, അകമേയുള്ള മാറ്റം. സത്യം പഠിക്കാൻ പറ്റും, അറിയാവോ? സത്യം പഠിക്കാൻ പറ്റും, പക്ഷെ സത്യം അനുസരിക്കാനാ കട്ടി. സത്യം പഠിക്കാൻ പറ്റും, നന്നായിട്ട് പഠിക്കാൻ പറ്റും, എനിക്ക് നന്നായിട്ട് സത്യം പഠിക്കാൻ പറ്റും, പക്ഷേ സത്യം അനുസരിക്കുവാൻ ആണ് കട്ടി. പാപത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫ്രീഡം ഫ്രം സിൻ എന്ന് പറയുന്നത്, ഫ്രീഡം എന്ന് പറയുന്നത് നെവർ ആൻ ആബ്സല്യൂട്ട് ഇൻഡിപെൻഡൻസ്. ഇവിടെയാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. നാം സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് പറയുന്നത്, നാം ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് അല്ല. അതായത് പാപത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്യാവുന്നല്ല, ഇൻഡിപെൻഡൻസ് അല്ല. എന്താ അവിടെ സംഭവിക്കുന്നത്? അതൊരു ടോട്ടൽ ഡിപ്പെൻഡൻസിലോട്ടാണ് മാറുന്നത്. പാപത്തിലാൻ മരിച്ച നമ്മൾ ഫ്രീഡം എന്ന് പറയുന്ന ഇൻഡിപെൻഡൻസ് അല്ല, എ ഡിപ്പെൻഡൻസ് ഇൻ ഗോഡ് ആണ്. ഇവിടെയാണ് ആത്മീക ജീവിതത്തിന് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ദ ട്രൂ ഫ്രീഡം ഈസ് നോട്ട് ഈസ് എ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദ ട്രൂ ഫ്രീഡം ഈസ് ദ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ട്രൂ ഫ്രീഡം എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധമാണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പെന്തക്കോസ്തിന്റെ തലമുറകളാന്ന് പറഞ്ഞിട്ടും ബന്ധമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. 19-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. ഒരു മാനുഷികമായ ബലഹീനതയെ പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നമ്മൾ എത്ര നോക്കിയാലും നമ്മളുടേതായ ബലഹീനതകളുണ്ട്. പക്ഷേ നാം സമർപ്പിക്കുക എങ്ങനെ? പൂർണ്ണമായിട്ട്. നമ്മുടെ ബലഹീനതകളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ആ പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അടിമത്വത്തിന്റെ ഉദാഹരണത്തോടുകൂടിയാണ് വെച്ചിരിക്കുന്നത്. നാം പാപത്തിന് അടിമ എന്ന് പറയുന്നത് ആ മാസ്റ്റർ പറയുന്നത് മുഴുവൻ നമ്മൾ ചെയ്യേണ്ട വരും. അടിമയ്ക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനമില്ല. യജമാനൻ എന്തു പറയുന്നോ അതനുസരിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം ഇനിയും അടിമ നുകത്തിന് കീഴിലല്ല. നാം അടിമ നുകത്തിന് കീഴിലല്ല, നാം സ്വാതന്ത്ര്യം പ്രാപിച്ചു. എവിടെ? നാം ക്രിസ്തുവുമായി ടോട്ടൽ ഡിപ്പെൻഡൻസിലാകുന്നു. അതാണ് ഗ്രേസ് നമ്മളെ കൊണ്ടുവന്ന് നിർത്തുന്നത്. രാവിലെ സമയം കൃപയുണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ട്. അതാണ് പഠിക്കേണ്ടത്. കൃപയുണ്ടെങ്കിൽ ദൈവവുമായി ബന്ധമുണ്ട്. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യന്മാരായിരുന്നുവല്ലോ. ഫ്രീഡ് ഇൻ റിഗാർഡിംഗ് ടു റൈച്ചസ്നെസ്. അതിന്റെ ഫലം എന്തായിരുന്നു? പറയുന്ന വാക്യമുണ്ട്. അതിന്റെ ഫലം എന്തായിരുന്നു? നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നല്ലോ. പഴയ ജീവിതത്തിന്റെ ഫലത്തെ പറ്റി ഓർത്ത് ലജ്ജ തോന്നുന്നല്ലോ. ദ ഫ്രൂട്ട്സ്, ദ ഏർലി ഫ്രൂട്ട്സ് ദാറ്റ് യു മെയ്ഡ്. എന്തോ അതിലെ ഓർത്ത് ഇപ്പം ഷെയിം തോന്നുന്നുണ്ടല്ലോ എന്നാ പറയുന്നത്.
നമ്മിൽ കായ്ച്ചിരുന്ന ഫലങ്ങൾ നാണമുളവാക്കുന്ന ഫലങ്ങളായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ക്രിസ്തു അടിമനുഖത്തിൽ നിന്ന് നമുക്ക് ഫ്രീഡം തന്നതുകൊണ്ട് 22 വാക്യം, അവന്റെ അവസാനത്തെ വാക്യം, 6-ാമത്തെ 22 വാക്യം, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. കണ്ടോ? when you are free from the sin, what is the result? നിത്യജീവൻ. നേരത്തെ അധ്യായത്തിൽ പറഞ്ഞിരുന്നു, നീതീകരിക്കപ്പെട്ടതിന്റെ റിസൾട്ട് എന്തുവായിരുന്നു? you will have a peace with God. കണ്ടോ? നീതീകരിച്ചപ്പോൾ 5-ാമത്തെ 1-ാം വാക്യം, when you are righteous with God, you have peace with God. ഇവിടെ when you are came out from the bondage of the sin, what is happening? You will get the eternal life. എന്തൊരു ആത്മീക മർമ്മമാണ് പഠിപ്പിക്കുന്നത്. You got freedom through the just righteousness, and you have got peace with God. Now you have the eternal life through Christ Jesus. I hope you understand the chapter 6. ഇനി നിങ്ങളത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാകും. ഇനി നമ്മൾ 7-ാം അധ്യായത്തിലോട്ട് പോവാണ്. അതിവേഗം പോയി കഴിഞ്ഞാൽ അടുത്ത 15 മിനിറ്റ് കൊണ്ട് ഞാൻ 7-ാം അധ്യായത്തിൻ്റെ ഒരു പരുവം വരെ എത്തും. പിന്നെ അടുത്ത ആഴ്ച 7-ാം അധ്യായം തീർക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. 7-ാം അധ്യായം എന്താ പഠിപ്പിക്കുന്നത്? 7-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ the believers has died to law through Christ Jesus. അതായത് വിശ്വാസികൾ ന്യായപ്രമാണത്തിന് മരിച്ചു. 1-ാം അധ്യായം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ Paul explains the law has authority only over the living person. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത് പറയുന്നത് the law is holy. 7-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, അതായത് ന്യായപ്രമാണം വിശുദ്ധമാണ്. അത് വലിച്ചു കീറി കളയാനല്ല പറയുന്നത്, അത് വിശുദ്ധമാണ്. അത് എന്താ സംഭവിക്കുന്നത്? ന്യായപ്രമാണം എന്ത് നമ്മളെ കാണിച്ചു? ന്യായപ്രമാണം നമ്മുടെ പാപത്തെ നമുക്ക് കാണിച്ചെന്നേ ഉള്ളൂ. ന്യായപ്രമാണം വിശുദ്ധമല്ലെന്നല്ല, ന്യായപ്രമാണം വിശുദ്ധമാണ്. പൗലോസ് ഇതിനെ സ്ഥാപിക്കുന്നുണ്ട്. അതായത് പിന്നെ അവസാനത്തെ 7-ാം അധ്യായം 14-25 വാക്യം വരെ മനുഷ്യന്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. അകത്ത് നടക്കുന്ന പോരാട്ടത്തെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് പറഞ്ഞത് എന്തുവാണ്? നമ്മളെല്ലാവരും ന്യായപ്രമാണത്തിന് മരിച്ചു. 2 പറയുന്നത്, ഭാഗത്തിന്റെ 2-ാം ഭാഗം ന്യായപ്രമാണം വിശുദ്ധമാണെന്ന് പറയുന്നു. 3-ാം അധ്യായം 3-ാം ഭാഗത്തിൽ പറയുന്നത് നമുക്ക് അകത്ത് നടക്കുന്ന ഒരു പോരാട്ടത്തെ പറ്റി. അതിവേഗം മുന്നോട്ട് പോകാം. 7-ാം അധ്യായം പറയുന്നത് ന്യായപ്രമാണത്തെ പറ്റി പറയുന്നുണ്ട്, പാപത്തെ പറ്റി പറയുന്നുണ്ട്, മനുഷ്യന്റെ കഴിവില്ലായ്മയെ പറ്റി പറയുന്നുണ്ട്, അകത്ത് നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തെ പറ്റി പറയുന്നുണ്ട്, വിശുദ്ധീകരണത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലോട്ട് വന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇതാണ് 7-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗങ്ങൾ. ഇന്ന് നമ്മൾ 6-ാം അധ്യായത്തിൽ പഠിച്ചത് എന്താണ്? ബിലീവേഴ്സ് died with Christ. 6-ാം അധ്യായം എന്താ പറയുന്നത്? നമ്മൾ 6-ാം അധ്യായം പറയുന്നത് നാം ക്രിസ്തുവിന്റെ കൂടെ മരിച്ചു എന്ന് പറയുന്നു. 8-ാം അധ്യായം എന്താ പറയുക? ഇനി പറയാൻ പോകുന്നറിയോ? ആത്മീക ജീവിതമാണെന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ആത്മീയത, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ജീവിതമാണ് 8-ാം അധ്യായം. അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളൊന്നാണ് 8-ാം അധ്യായം. അതായത് 7-ാം അധ്യായം പറയുന്നത് സ്ലേവറി ടു സിൻ ആൻഡ് ദ ലൈഫ് ഇൻ സ്പിരിറ്റ്. അതാണ് 7-ാം അധ്യായം പറഞ്ഞ് തീർക്കുന്നത്. അപ്പം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലൂടെ നമുക്ക് വരാം. അത് പറയുമ്പോൾ മനസ്സിലാകും. യു ആർ ഡെഡ് ടു ലോ, മാരിഡ് ടു ക്രൈസ്റ്റ്. 7-ാം അധ്യായം 1 പറയുന്നത്, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ല ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പോൾ ഡീൽസ് വിത്ത് ഒരു ലീഗലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒരു മരണം കൊണ്ട് ഒരുവന്റെ മുകളിലുള്ള മുഴുവൻ ചാർജുകളും അവസാനിക്കുന്നു. ഉദാഹരണത്തിന്, നാട്ടില് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവന്റെ മേൽ അനേകം കുറ്റങ്ങൾ, കോടതി കേസുകൾ ഉണ്ടായിരുന്നു. അത് കോടതിയിലെ കേസ് ഒരു ദിവസം അവൻ മരിച്ചുപോയെന്ന് വെച്ചു. പിന്നെ ആ കേസ് അവിടെ നിലനിൽക്കുമോ? കേസ് തീർന്നു. കേസ് അതുകൊണ്ട് കഴിഞ്ഞു. ഇനി കേസില്ല. അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ല ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ
ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഡെത്ത്, അതായത് എന്താ സംഭവിച്ചത്? അതായത് ഡെത്ത് ടെർമിനേറ്റ്സ് ദ ലീഗൽ ഒബ്ലിഗേഷൻസ്. അതായത് ബിലീവേഴ്സ് ഹു ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്, വിശ്വാസികൾ ക്രിസ്തുവിന്റെ കൂടെ മരിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? ന്യായപ്രമാണം അവിടെ മരിച്ചു. ഇനി ന്യായപ്രമാണം അവിടെ ഇനി ഇല്ല. ഇനിയും പുതിയ പ്രമാണമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറയുന്നത് 7-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യം. മനുഷ്യ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. For a married woman is bound to law by law to her husband while he lives. പൗലോസ് ഉപയോഗിക്കുന്ന പദം അതാണ്. ഒരു ഭാര്യ ഭർത്തൃബന്ധത്തെ പറ്റി എന്താ പറയുന്നത്? ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭാര്യയ്ക്ക് ഭർത്തൃബന്ധവുമായി ഉള്ള ബന്ധത്തോട് ചേർത്ത് വെച്ചാണ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ കൂടെ മരിച്ചു കഴിയുമ്പോൾ ന്യായപ്രമാണത്തിന് നിങ്ങളുടെ മേൽ അധികാരമുണ്ടാകത്തില്ല. ഇനിയും നിങ്ങൾ എണ്ണ കൊടുക്കണ്ട, നിങ്ങൾ ഉരുളണ്ട, നിങ്ങൾ നേർച്ച കൊടുക്കണ്ട, നിങ്ങൾ യാഗം കഴിക്കണ്ട, നിങ്ങൾ ഒന്നിനും കൊടുക്കണ്ട. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പഴയ ന്യായപ്രമാണത്തിൽ നിന്ന് മരിച്ച് ക്രിസ്തുവിന്റെ കൂടെ നിങ്ങൾ മരിച്ചത് കൊണ്ട് നിങ്ങൾക്കിനി പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിൽ, കൃപയുടെ നിയമത്തിൽ, ന്യായപ്രമാണത്തിലല്ല, ക്രിസ്തുവിന്റെ പുതിയ നിയമത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ്. You are died with Christ and you are released from the old covenant. ഉദാഹരണത്തിന് ഞങ്ങളൊക്കെ ഗൾഫിൽ ജോലി ചെയ്താണ്. ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ജോലി ഞങ്ങൾ മാറും. അപ്പം ഞങ്ങൾക്ക് ജോലി മാറണേ എന്തോ ചെയ്യണം? ഞങ്ങളുടെ പഴയ അതായത് സ്പോൺസറിൻ്റെ നിന്ന് ഒരു റിലീസ് ലെറ്റർ വേണം. വിനീതനൊക്കെ അറിയാം. റിലീസ് ഇവിടെ ഗൾഫിലുള്ള എല്ലാവരും അച്ഛന്മാർക്ക് എല്ലാം അറിയാം, ഗൾഫിൽ നിന്നവർക്ക് എല്ലാം അറിയാം. റിലീസ് ലെറ്റർ കിട്ടിയെങ്കിൽ മാത്രമേ പുതിയ വീസ അടിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? നീ ക്രിസ്തുവിന്റെ കൂടെ മരിച്ചെങ്കിൽ മാത്രമേ ന്യായപ്രമാണത്തിന്റെ വീസ ബ്ലോക്ക് ചെയ്തിട്ട് പുതിയ നിയമത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതാ സംഭവിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർന്നെഴുന്നേറ്റവനായ വേറൊരുവൻ ആകേണ്ടതിന് എന്തോ പറഞ്ഞിരിക്കുന്നത്? യു ആർ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവൻ ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരുന്നു. You are spiritually crucified with Christ Jesus. You are legally transferred. You are covenantally relocated covenantally. കണ്ടോ? നിങ്ങൾ ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇനി എന്താ സംഭവിച്ചത്? നിങ്ങൾ മരിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഫലം കായ്ക്കുന്നു. നേരത്തെ ഏത് ഫലമാണ് കായ്ച്ചുകൊണ്ടിരുന്നത്? മരണത്തിന്റെ ഫലങ്ങൾ, ലജ്ജയുളവാക്കുന്ന ഫലങ്ങൾ. മരിച്ചിട്ട് അപ്പോസ്തലൻ പൗലോസിന്റെ ആ ഡീപ് തിയോളജി നോക്കി എഴുതിയിരിക്കുന്നത്, നിങ്ങൾ മരിച്ചിട്ട് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വേറൊരുവനാകേണ്ടത്. അതുകൊണ്ടല്ലേ ഈ ഒരു നല്ല ആത്മീകനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവൻ്റെ വർത്തമാനം കണ്ടാൽ അറിയാം, അവൻ്റെ ഇടപാട് കണ്ടാൽ അറിയാം, അവൻ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവൻ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർ പറയും ഇവനെ എന്നാ സാധനമെന്ന് ചോദിക്കും, ഇവനെ ഒന്നും തിരിച്ചു പറയാമെന്ന് ചോദിക്കും. ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. കാര്യം അറിയോ? നീതിയുടെ ഫലം നിറച്ച് കായ്ച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ ഈ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ വഴിക്ക് ഒരു വീട്ടിൽ ഈ പ്ലം ഉണ്ടായി കിടക്കുന്നതാണ്. 3 വർഷത്തിൽ ഒരിക്കലേ അവിടെ ഉണ്ടാകത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇന്നും നോക്കി, അയ്യോ ഈ തവണയൊന്നും കായ്ച്ചിട്ടില്ല. കാര്യം വലിയ സന്തോഷം, അത് ഇങ്ങനെ ചുവന്ന് കിടക്കുന്നതാണ്. നമ്മളെ വിശ്വാസികൾ അങ്ങനെ ആകല്ലേ. ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കണം. സീസൺ അനുസരിച്ച് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കണം. ഫലം കായ്ക്കുന്നവരാക്കണം. നീതിയുടെ ഫലം കായ്ക്കുന്നവരായി തീരണം. റോമലേഖനം 6-ാം അധ്യായം എന്താ പറയുന്നത്? Believers who died to sin
through Christ Jesus. അതുകൊണ്ട് തന്നെ no law has covenant has authority over there. 6-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ കൂടെ മരിച്ചു. The believers is no longer under law. The old relationship with the law has been terminated. അപ്പം എന്ത് സംഭവിച്ചു? You have the union with Christ. You are released from the old covenant and you are bearing the fruit. മനസ്സിലായോ? അപ്പം പഴയ ക്രിസ്തുവിനൂടെ മരിച്ചു കഴിഞ്ഞാൽ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഫലത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ അച്ഛൻ എന്നാ ഫലമില്ലാത്ത, അച്ഛനല്ല ഫലം, എനിക്ക് എന്നാ ഗുണമില്ലാത്തെന്ന് ഞാൻ നോക്കേണ്ടത്. നമ്മൾ ആരെയും വിധിക്കാനല്ല ഇവിടെ നിൽക്കുന്ന. തിരുവചനം വെച്ച് നമ്മളെ തന്നെ വിധിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ചെത്തേണ്ടതിനെ ചെത്തണം, മാറ്റേണ്ടതിനെ മാറ്റണം. നമ്മുടെ ഇടപാടുകളിൽ ഒരു ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി തീരുവാൻ തീരണം. 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കണം. എന്ത് ഫലമാണ് കായ്ച്ചുകൊണ്ടിരുന്നത്? മരണത്തിന്റെ ഫലങ്ങളാണ് കായ്ച്ചുകൊണ്ടിരുന്നത്. മരണത്തിന് അവ നമ്മുടെ അവയവങ്ങളിൽ, ഏതവയവങ്ങളിൽ? മൈൻഡ്, വിൽ, തോട്ട്, ആക്ഷൻസ്, എവറിത്തിങ്, എല്ലാത്തിലും കായ്ച്ചുകൊണ്ട്. ചിലർ പറയത്തില്ലേ എന്നാ സാധനം എന്നറിയാം, മുഴുവൻ വിഷമാന്ന് പറയത്തില്ലേ? ആ മനുഷ്യൻ മുഴുവൻ വിഷമാ. ചേട്ടാ നിങ്ങൾ വിഷമെന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഇപ്പോഴും മരണത്തിന്റെ ഫലം, എന്തേലും ഒരു ഫലം കിട്ടിയാൽ മതി, ആഴ്ച മുഴുവൻ പോക്കാ. മരണത്തിന്റെ ഫലം എന്നൊക്കെ പറഞ്ഞ് ഇതാണ്. കാണാൻ നല്ല രസമായിരിക്കും, തിന്നു കഴിയുമ്പോഴായിരിക്കും ഒരാഴ്ച ഇരിപ്പായി പോവും. റീസൺ എന്താണ്? നിങ്ങൾ വേറൊരുവനായി മാറി. ക്രിസ്തുവിന്റെ ഫലം കായ്ക്കാത്തിടത്തോളം കാലം മരണത്തിനുള്ള ഫലം കായ്ച്ചിട്ട് ഇത് കംപ്ലീറ്റ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. വീട്ടുകാരെ ബാധിക്കും, സഭക്കാരെ ബാധിക്കും, നാട്ടുകാരെ ബാധിക്കും. ഈ ഫുൾ വിഷം. ഇന്ന് രാവിലെ സമയം കർത്താവേ, മരണത്തിനുള്ള ഫലം ഞങ്ങളുടെ സഭയിൽ കായ്ക്കല്ലേ, മരണത്തിനുള്ള ഫലം കായ്ക്കല്ലേ, ഞങ്ങളുടെ നീതിയുടെ ഫലം കായ്ക്കണമേ. ഇന്ന് രാവിലെ എത്ര പേർക്ക് പറയുവാൻ കഴിയും? ജീസസ് ഇപ്പോഴും നമ്മെ പിടിച്ചൊരു അടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിക്ക കൊണ്ട് നമ്മളെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് നാം മരിച്ചു. ഇനി എവിടെ നടക്കേണ്ടത്? ആ വാക്യം ഇത് വായിക്കണം. ആത്മാവിന്റെ പുതുക്കത്തില് റിന്യൂ. 50 വർഷത്തിന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. 50 വർഷം അന്യഭാഷ പറഞ്ഞു. ഇല്ല, you should have the renewal of spirit every day. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പുതിയ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, not on the written codes. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തില് നാം തന്നെ നടക്കണം. അതായത് ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച്, പ്രൈസ് ഗോഡ്, സേവിക്കേണ്ടതിന് ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. You should serve. You are called for serving Christ. ഇന്ന് രാവിലെ സമയം ക്രിസ്തീയ ജീവിതം സീരിയസ് ആയിട്ട് എടുക്കണം. ഇന്ന് പറയട്ടെ, അടുത്ത ആഴ്ച നമ്മൾ ഇവിടെ കാണുമ്പോൾ പറയുവാൻ കഴിയത്തില്ല. രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും കാഹളം ധ്വനിക്കുന്നത്. കാഹളം ധ്വനിക്കുമ്പോൾ പോകുവാൻ തയ്യാറാണോ? ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഫലമുള്ളവരായി തീരണം, ഫലമില്ലാത്തവരായി പോകല്ല. എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഹൃദയത്തിനകത്തൂടെ വ്യാപരിക്കുന്നുണ്ട്. ഷാലോം സഭ ചേഞ്ച് ആകുകയാണ് ഈ ദിവസങ്ങളിൽ. ആത്മീകരായി നിൽക്കുവാൻ പോകുകയാണ്. അതായത് ബട്ട് നൗ മേക്സ്, അതായത് ഇപ്പോഴോ എന്ന പദം, ഇപ്പോഴോ ആ പദം നിൽക്കേ. ബട്ട് നൗ makes a major transition from the old covenant to the new covenant. But now, hallelujah, and we were released from the law. We are union with Christ Jesus. We have been died with God Christ. We were under the captive. നമ്മൾ എവിടെയായിരുന്നു? നമ്മളെ പിടിച്ചടക്കിയിരുന്ന, നമ്മളെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്ക കൊണ്ട് നമ്മളെ പിടിച്ചടക്കരുത്,
വിടത്തില്ല. എത്ര നോക്കിയാലും വിടത്തില്ല. ചിലർ പറയത്തില്ലേ ഒരു രക്ഷയില്ല. ഞാൻ പറയട്ടെ, പിടിച്ചടക്കിയിരിക്കുകയാണ്. നമ്മളെ പിടിച്ചടക്കിയിരിക്കുകയാണ്. അത് പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ക്രിസ്തുവിൽ മരിച്ചു കഴിയുമ്പോൾ യു ആർ ടോട്ടലി റിലീസ്ഡ്. നിനക്കിനി ആരും ശാപം മുറിക്കണ്ട. നിങ്ങളെ ആരും ശാപം മുറിക്കാൻ വരണ്ട. നിങ്ങളുടെ വീട്ടിൽ ഒരു ആവിചാരവും വരത്തില്ല. നിങ്ങളെ ആരും കെട്ടത്തില്ല. കാര്യം നിങ്ങളെ ഒരിക്കൽ പിടിച്ചടക്കിയിരുന്നു. എന്നാൽ ഇന്ന് ക്രിസ്തുവിന്റെ ഈ ആത്മാവാണ് പിടിച്ചടക്കിയിരിക്കുന്നത്. You have been died with Christ. You have been come out from the captivity of the sin and you are freedom from the bondage of the law and the sin, and you are with the relationship with Christ Jesus, so no one can hold you. Jesus, അതാണ് പഠിപ്പിക്കുന്നത്. ആൻഡ് ഇൻ ദ ന്യൂ വേ ഓഫ് ദ സ്പിരിറ്റ്. ഇതുവരെ ട്രാവൽ ചെയ്ത റോഡിലല്ല, എ ന്യൂ വേ ഓഫ് സ്പിരിറ്റ്. ആ റോഡ് എന്ന് പറയുന്നത് സ്പിരിറ്റ്, റൗട്ട് 63 എന്നൊക്കെ പറയുന്നത് റൗട്ട് ഹോളി സ്പിരിറ്റ്. പെന്തക്കോസ്തുകാർ ആത്മീകർ നടക്കേണ്ടത് ഈ ആഴ്ച മുഴുവൻ നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ട റോഡിന്റെ പേര് റൗട്ട് ഹോളി സ്പിരിറ്റ് ആയിരിക്കണം. റൗട്ട് ഹോളി സ്പിരിറ്റ് ആയിരിക്കണം. നിങ്ങളുടെ വീട്ടിനകത്ത് റൗട്ട് ഹോളി സ്പിരിറ്റ് ആയിരിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന മണ്ഡലത്തിൽ റൗട്ട് ഹോളി സ്പിരിറ്റ് ആയിരിക്കണം. നിങ്ങൾ ആ റൗട്ടിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ജീവന്റെ പുതുക്കത്തിലായിരിക്കും നടക്കുന്നത്. നിങ്ങൾ നടക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നിങ്ങൾ സംസാരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങൾ ടച്ച് ചെയ്യുന്നവരുടെ മേൽ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കും. നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ നിന്ന് ആത്മാവിന്റെ സാന്നിധ്യം മറ്റുള്ളവർ വ്യാപരിക്കും. സഭ ഇന്നൊരു തീരുമാനമെടുക്കുക. ലോർഡ്, I need a total change. I'm going to move out from the road, the old road. I'm like to move on the new way. That's the new way of life. That is a spiritual life. Praise God. ഏഴാം വാക്യം അതോടെ പറഞ്ഞിട്ട് നിർത്താം. ആകയാൽ നാം എന്തു പറയുന്നു? ന്യായപ്രമാണം പാപം എന്നോ ഒരു നാളും അരുത്. എന്നാൽ ന്യായപ്രമാണത്തിലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞിരുന്നില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. കണ്ടോ, ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ മോഹിക്കാമായിരുന്നു. കാര്യം ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ കൊല ചെയ്യാമായിരുന്നു. ന്യായപ്രമാണം ഇല്ലായിരുന്നു. ഈ ന്യായപ്രമാണം എന്താ ഇന്ന്? ന്യായപ്രമാണം പാപമാണോ? അല്ല. It is just like a mirror. It says that you are doing wrong. That's all. പൗലോസ് അതാ പഠിപ്പിക്കുന്നത്. ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ ന്യായപ്രമാണം it exposes the darkness. ഇരുട്ടിലുള്ളതിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. It is just like something showing. അത്രേ ഉള്ളൂ. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. അതായത് പഴയ നിയമത്തിലോട്ട് പോവുകയാണ്. എവിടെയാണ്? ന്യായപ്രമാണം കൊണ്ട് കാണിച്ചിട്ട്, അതായത് പറയുന്നത് അത് കോപം എന്ന് പറയുന്നത് അകത്ത് കിടക്കുന്ന കോപം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതിൻ്റെ ഒരു സീഡാണ് പറയുന്നത്. ഇന്ന് രാവിലെ സമയം the lust is the seed of an adultery. അത്രേ ഉള്ളൂ. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമായിരുന്നു. അടുത്ത ആഴ്ച ബാക്കി നമുക്ക് പഠിക്കാം. കാര്യം സമയം കഴിഞ്ഞു, 20 നാം ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ജീവന്റെ പുതുക്കത്തിൽ ഇനി മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.